നമസ്കാരം. ധനുഷ് PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2020 ചോദ്യപേപ്പറാണ്. 10th പ്രിലിംസ് എക്സാം എഴുതുന്നവർക്കും വില്ലേജ് ഫുള്ളസ്റ്റ് എക്സാം എഴുതുന്നവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ചോദ്യങ്ങൾ നോക്കാം. ഒരു 30 ക്വസ്റ്റ്യൻസ് മാത്രം അടങ്ങിയൊരു വീഡിയോ ആണ്. ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? താഴെ കൊടുക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ: വൈദ്യുത മോട്ടോർ, ജനറേറ്റർ, LED ബൾബ്, സുരക്ഷാ ഓഫീസ്. ആൻസർ LED ബൾബാണ്. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻസ്: ആംപെയർ, കൂളോം, ഓം, വോൾട്ട്. ആൻസർ: കൂളോം. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളോം. ഒരു ഉപകരണത്തിൻ്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് എന്ത്? ഒരു ഉപകരണത്തിൻ്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആംപെറേജ് എന്ന് പറയുന്നത്. ഒരു ഉപകരണത്തിൻ്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് എന്ത്? ആംപെറേജ്. ഇതൊക്കെ SCR ടെക്സ്റ്റിൽ നിന്ന് തന്നെ നേരിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്, നമുക്ക് മനസ്സിലാവുന്നതാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റായ ചോദ്യങ്ങളാണെന്നുള്ളത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ: ഗാൽവനോമീറ്റർ. ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോമീറ്റർ. നെക്സ്റ്റ് ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏതാണ്? പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏതാണ്? വജ്രമാണ്. ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? 48.6 ഡിഗ്രി. ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? 48.6 ഡിഗ്രി. നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്താണ്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? അന്തരീക്ഷ അപവർത്തനം. നെക്സ്റ്റ് ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഏതാണ്? ആൻസർ: ഹൈഡ്രജൻ. നിങ്ങൾ നോക്കുക, ഈ ഇത്രയും ചോദിച്ചതിൽ ജലത്തിനെ കുറിച്ചൊരു ചോദ്യമുണ്ട് അല്ലേ? ഹൈഡ്രജനെ കുറിച്ച് ചോദ്യം. നമ്മുടെ 2026 ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ 20ലേക്കുള്ള ടച്ചുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അന്ന് മുതലുള്ള 2020 മുതലുള്ള ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വീണ്ടും പരമാവധി ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജ മാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം. നെക്സ്റ്റ് ചോദ്യം, നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് ഉപയോഗിക്കുന്ന AC വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണ്? ആൻസർ: 50 ഹെർട്സ് ആണ്. അടുത്ത ചോദ്യം നോക്കിക്കൊള്ളുക. ഒരു ആറ്റത്തിൻ്റെ ഒരു സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ: 2 ആണ്. നെക്സ്റ്റ് ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സംക്രമണ മൂലകം ഏതാണ്? മാംഗനീസ് ആണ്. നെക്സ്റ്റ് ചോദ്യം, ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമത്തിന് പറയുന്ന പേരെന്താണ്? അവഗാഡ്രോ നിയമം. ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏതാണ്? അവഗാഡ്രോ നിയമം. വ്യാപ്തവും ഒരു വാതകത്തിൻ്റെ വ്യാപ്തം ഉൾക്കൊള്ളുന്ന സംഭവം, വ്യാപ്തവും അതിലുള്ള തന്മാത്രകളുടെ എണ്ണവും എത്രമാത്രം സംഭവങ്ങൾ ഉൾക്കൊള്ളുന്നൊരു ബീക്കറിനകത്ത്, അതാണ് അതിൻ്റെ അവഗാഡ്രോ നിയമം സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം ഏതാണ്? സിങ്ക് ആണ്. സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം ഏതാണ്? സിങ്ക് ആണ്. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, ഒലിയം എന്നത് ഏത് ആസിഡിൻ്റെ ഗാഢത കൂടിയ രൂപമാണ്? ഒലിയം എന്നത് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഗാഢത കൂടിയ രൂപമാണ്. നെക്സ്റ്റ് ചോദ്യം, കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അയിരാണ് ലീച്ചിങ് പ്രക്രിയ വഴി സ്വാന്തരണം നടത്തുന്നത്? ബോക്സൈറ്റ് ആണ്. നെക്സ്റ്റ് ചോദ്യം, ആൽക്കീനുകളുടെ പൊതുവാക്യം എന്താണ്? CnH2n. 2026 ഇതേപോലെ ഇതിൻ്റെ പൊതുചോദ്യം അല്ലേ, പൊതുഘടകം, പൊതുവാക്യം എന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുക, ആൽക്കീനുകളുടെ പൊതുവാക്യം എന്താണ്? CnH2n എന്നാണ്.
ഗ്രേപ്പ് സ്പിരിറ്റ് എന്താണ്? എത്തനോളാണ്. ഗ്രേപ്പ് സ്പിരിറ്റ് എത്തനോളാണ്. ഗ്രേപ്പ് സ്പിരിറ്റ് എത്തനോളാണ്. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? അൽനിക്കോ ആണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? അൽനിക്കോ. ആൽക്കീനുകളുടെ പൊതുവാക്യം CnH2n ആണ്. ഗ്രേപ്പ് സ്പിരിറ്റ് എന്താണ്? എത്തനോളാണ്. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എന്തിനാണ്? അൽനിക്കോ ആണ്. സ്ഥിരകാന്തം അൽനിക്കോ. അടുത്ത ചോദ്യം, മനുഷ്യരിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? ആൻസർ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ്. മനുഷ്യനേത്രത്തിന് റോഡ്, കോൺ എന്നീ കോശങ്ങൾ കാണപ്പെടുന്ന പാളി ഏതാണ്? ആൻസർ റെറ്റിന. മനുഷ്യനേത്രത്തിൽ റോഡ്, കോൺ എന്നീ കോശങ്ങൾ കാണപ്പെടുന്ന പാളി ഏതാണ്? റെറ്റിന. നെക്സ്റ്റ് ചോദ്യം, ഒരു ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കുവാനായി ഉപയോഗപ്പെടുത്തുന്ന DNA ആയ വാഹകർക്ക് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഒരു ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന DNA ആയ വാഹകർക്ക് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസറാണ് പ്ലാസ്മിഡ് എന്ന് പറയും. പ്ലാസ്മിഡ് എന്നാണ് പറയുക. DNA ആയ വാഹകരാണെന്ത്? പ്ലാസ്മിഡ്. പ്ലാസ്മിഡിന് മാത്രമേ ഒരു DNA എന്ന് പറയുന്ന ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആ ഒരു ഘടകത്തിൽ വഹിച്ചുകൊണ്ട് പോകാൻ പ്ലാസ്മിഡിന് മാത്രമേ കഴിയത്തുള്ളൂ. നെക്സ്റ്റ്, പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിലെവിടെയോ ഉത്ഭവിച്ച ജീവകണികകൾ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നതാകാം. ഭൂമിയിലെ ജീവന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തത്തിൻ്റെ പേരെന്താണ്? പാൻസ്പെർമിയ സിദ്ധാന്തം. നെക്സ്റ്റ് വൺ, ആർഡിപിത്തിക്കസ് റാമിഡിൻ്റെ മനുഷ്യൻ്റെ ആവിർഭാവത്തെക്കുറിച്ചുള്ള സംഭവങ്ങളാണ്. ആർഡിപിത്തിക്കസ് റാമിഡിൻ്റെ ആദ്യ ഫോസിൽ ലഭിച്ച വൻകര ഏതാണ്? യൂറോപ്പ്. അതായത് ആദ്യം മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന മനുഷ്യരല്ല അന്നുണ്ടായിരുന്നത്, അല്ലേ? അങ്ങനെ രാമപിത്തിക്കസ്, ആർഡിപിത്തിക്കസ്, അല്ലെ, ചിമ്പാൻസി, അങ്ങനെ കുറേ കുരങ്ങിൻ്റെ വർഗത്തിൽ വന്നതല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അതിന് മുമ്പുള്ള ചിമ്പാൻസി കഴിഞ്ഞ് വരുന്നുള്ള വർഗ്ഗമുണ്ട്. ആർഡിപിത്തിക്കസ് എന്ന് പറയും. അതുപോലെ തന്നെ രാമപിത്തിക്കസ് എന്ന് പറയും, ആസ്ട്രലോപിത്തിക്കസ്, അങ്ങനെ കുറേ വർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ആർഡിപിത്തിക്കസ് റാമിഡിൻ്റെ ആദ്യ ഫോസിൽ ലഭിച്ച വൻകര ഏതാണ്? യൂറോപ്പ് എന്നാണ് പറയുന്നത്. യൂറോപ്പാണ്. നെക്സ്റ്റ്, ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഹ്യൂഗോ ഡേവിസ്. ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവികൾ ഏതാണ്? ആതിഥേയ കോശം എവിടെയാണോ പോകുന്നത് അവിടെ നിന്നുള്ളതൊക്കെ സ്വീകരിച്ച് ജീവിക്കുന്ന ജീവികൾ. ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവി ഏതാണ്? വൈറസാണ്. കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഫാറ്റി ലിവറാണ്. കരളിൽ കൊഴുപ്പഴിഞ്ഞുകൂടുണ്ടാകുന്ന രോഗം ഏതാണ്? ഫാറ്റി ലിവർ. കരളെന്ന് പറയുമ്പോൾ ലിവറല്ലേ, സോ ഫാറ്റി ലിവർ. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ നെല്ലിനെ ബാധിക്കുന്ന രോഗം ഏതാണ്? ബ്ലൈറ്റ് രോഗം. നെല്ലിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ബ്ലൈറ്റ് രോഗം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, T ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? T ലിംഫോസൈറ്റ്. അതാണിത്, തൈമസ് ഗ്രന്ഥിയാണ്. ലിംഫോസൈറ്റുകൾ തൈമസ് ഗ്രന്ഥിയാണ്. T ലിംഫോസൈറ്റുകൾ, അല്ലേ? T ലിംഫോസൈറ്റ് നിർമ്മിക്കപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? തൈമസ് ഗ്രന്ഥിയാണ്. നെക്സ്റ്റ്, ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികൾക്കാണ് കുലം എന്ന് അദ്ദേഹം പറയുന്നത്, അല്ലേ? മറ്റു ജാതി ഒരു ജാതി ഒരു മതം എന്നൊക്കെ ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്. ഇവിടെ എന്താണ്? ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകം ഒന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. നെക്സ്റ്റ്, കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. കേരളൻ എന്ന ചോദ്യം പഠിച്ചു വെച്ചോളൂ. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. നെക്സ്റ്റ് ചോദ്യം, എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥാ ഗ്രന്ഥമാണ്? മന്നത്ത് പത്മനാഭൻ. നെക്സ്റ്റ് ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. ശുചീന്ദ്രൻ കൈമുക്കം ദുഷ്ടാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്. രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആരാണ്?
വൈകുണ്ഠസ്വാമികൾ തന്നെയാണ്. രാജാധികാരിൽ വെണ്ണീച്ച ഭരണം എന്ന് പറഞ്ഞ അദ്ദേഹമല്ലേ, രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി അദ്ദേഹമാണ്, വൈകുണ്ഠസ്വാമികളാണ്. നെക്സ്റ്റ് ചോദ്യം, കുഞ്ഞൻ പിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനിയായിരുന്ന വ്യക്തി ആരാണ്? ചട്ടമ്പി സ്വാമികൾ. കുഞ്ഞൻ പിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനിയായിരുന്ന വ്യക്തി ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. നെക്സ്റ്റ്, കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? നമ്മൾക്കറിയാം, ശ്രീനാരായണ ഗുരു. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് ആരാണ്? ആൻസർ TK മാധവൻ. നെക്സ്റ്റ്, കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആരാണ്? ആഗമാനന്ദൻ. നെക്സ്റ്റ് ചോദ്യം, ഈഴവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തെരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ ആരാണ്? കേളപ്പൻ ആണ്. നെക്സ്റ്റ് ചോദ്യം, കൊടുങ്കാറ്റിൻ്റെ മാറ്റുലി എന്നത് ആരുടെ രചനയാണ്? ആൻസർ AK ഗോപാലൻ. 1913 ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച വ്യക്തി ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനനസ്ഥലം ഏതാണ്? തലക്കുളം. പഴശ്ശിരാജയെ കേരള സിംഹമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കർ. കുറിച്യ കലാപം നടന്ന വർഷം ഏതാണ്? 1812. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? TK മാധവനാണ്. മാർക്ക് ചെയ്യാം, TK മാധവനാണ് കേട്ടോ. നെക്സ്റ്റ് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് അവിടെ 2-3 ഉണ്ട്, ജസ്റ്റ് നോക്കിക്കോളൂ. 2. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.